അൻവറിന്റെ നീക്കങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയെന്ന സംശയം ബലപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കും അൻവർ നൽകിയത് പി ശശിയെ ലക്ഷ്യമിട്ടാണ്. മറ്റന്നാൾ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന്റെ പരാതി ചർച്ച ചെയ്യും. പി ശശി ആഭ്യന്തര വകുപ്പ് അടക്കി ഭരിക്കുകയാണെന്ന പരാതി നേരത്തെ പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഇല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികള് ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ. ഇന്നലെ അതേ പരാതിയാണ് ഇന്നലെ മുഖ്യമന്ത്രിക്ക് ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ? ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവനെ എപ്പോഴും ചതിക്കാം. അതിന് ആ വിശ്വസിച്ചേൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദി. ആ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടോ അദ്ദേഹം ചതിക്കപ്പെട്ടത്? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ദാറ്റ്. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചേൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ പി.വി. അൻവർ വേണ്ടി വന്നു. കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും മറ്റും ഇരിക്കുന്നവർ ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. കുറ്റകരമായ ഒരു മൗനമല്ലേ അപ്പോൾ അവർ? അല്ല, അവർക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽഡ് അറിയുന്നുണ്ടാവില്ല. അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം, എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങുണ്ടാകുമോ കേരളത്തിൽ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. അതുമായി ഞാൻ മുന്നോട്ട് പോകും. താൻ പരാതിയെല്ലാം പാർട്ടി നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നും പി.വി. അൻവർ വ്യക്തമാക്കി. വലിയ വാർത്ത ഇപ്പൊ 2 ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട്. അത് നടക്കട്ടെ. ഇപ്പൊ എലിയായി പോയി. അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അപ്പൊ എലിയായാലും പൂച്ചയായാലും ഞാൻ ഉയർത്തിയ എന്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടാകും. അതിൽ ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. പിന്നെ ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു, ADGPയെ മാറ്റി നിർത്തണോ? ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ? അത് ഗവൺമെന്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ പാർട്ടിക്കും ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെന്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ADGPയെ നിലനിർത്തി അന്വേഷണം തുടരുന്നതിലുള്ള അതൃപ്തിയും അൻവർ പങ്കുവച്ചു. ഹെഡ്മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ? അല്ല, അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം. ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കണ്ടേ? അതിന്റെ പ്രൊസീജിയർ ഇല്ലേ? അത് പഠിക്കേണ്ടവർ അങ്ങനെയാണ്. താങ്കൾ പറഞ്ഞ പോലെയാണ് പിയൂണും ക്ലർക്കുമാരും ചേർന്നാണ് ഹെഡ്മാസ്റ്ററിനെതിരെ. അങ്ങനെയല്ലേ? നിങ്ങൾക്കുള്ള തിരക്ക് എനിക്ക് ആ കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ്മാസ്റ്റർ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. കാരണം വീണ്ടും ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടതുള്ളത്. ആ ഹെഡ്മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ? സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് താൻ പങ്കുവച്ചത്. താൻ നയിക്കുന്നത് വിപ്ലവമാണെന്നുമായിരുന്നു അൻവറിന്റെ നിലപാട്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമെന്ന് വിപ്ലവം ഉണ്ടാവരെങ്ങനെയാണ്? നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ. വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ്. അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത്. അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ
ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. ആഭ്യന്തര വകുപ്പിലെ പ്രധാനികൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, അതേ പരാതി അതിന്റെ പകർപ്പാണ് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും PV അൻവർ MLA നൽകിയത്. അതായത് ആഭ്യന്തര വകുപ്പ് മാത്രം അന്വേഷിച്ചാൽ പോരാ, ഇക്കാര്യത്തിൽ പാർട്ടി അന്വേഷണം വേണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും PV അൻവറിന്റെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നത് P ശശി എന്ന CPIന്റെ സംസ്ഥാന സമിതി അംഗത്തിനെതിരെയാണ്. CPI മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ്. MR അജിത്കുമാർ എന്ന ഉദ്യോഗസ്ഥനെ മാത്രം ലക്ഷ്യമിട്ടല്ല അൻവർ നീക്കമെന്ന് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് അൻവർ നൽകിയ പരാതി. അതായത് സംസ്ഥാന സമിതി അംഗത്തിനെതിരെ ഒരു പരാതി പാർട്ടിക്ക് മുമ്പാകെ വന്നാൽ സ്വാഭാവികമായും അത് പാർട്ടിക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഇത്രയും നാൾ മാധ്യമങ്ങളിലൂടെ വന്ന വിവരം മാത്രമായിരുന്നു CPI മുമ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കൃത്യമായി രേഖാമൂലം മുന്നണിയുടെ ഒരു MLA CPMന്റെ പട്ടികയിൽപ്പെട്ട നിയമസഭാ കക്ഷിയിൽ CPMന്റെ പട്ടികയിൽപ്പെട്ട ഒരു MLAയുടെ പരാതി രേഖാമൂലം പാർട്ടി സെക്രട്ടറി ലഭിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സമിതി അംഗമായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്ന ആരോപണം നേരത്തെ CPMൽ ഉള്ളതാണ്. ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി പോലും അറിയാതെ പല കാര്യങ്ങളും P ശശിയും അദ്ദേഹത്തോട് ചേർന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരും നടത്തുന്നു എന്ന പരാതി CPM മുമ്പിൽ ഉള്ളതാണ്. ആ പരാതി മറ്റന്നാൾ ചേരുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് പരിഗണിക്കേണ്ടി വരും. അത് പരിഗണിക്കണം. അങ്ങനെ ശശിക്കെതിരായ പരാതി പാർട്ടി ചർച്ച ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് PV അൻവറിന്റെ ഈ പരാതി എന്ന് വ്യക്തമാണ്, നീക്കമെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അൻവറിന്റേത് ഒരു ഒറ്റയാൾ നീക്കമല്ല, ഒരു ഒറ്റയാൾ പട്ടാളമല്ല PV അൻവർ. അൻവറിന്റെ സഹായവും അദ്ദേഹം ദൈവം മാത്രമാണ് തന്റെ പിന്നിൽ ഇന്നലെ പറഞ്ഞു. പക്ഷേ ഇന്ന് ദൈവത്തെയും പാർട്ടിയെയും ഭയക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി തന്റെ പരാതി അന്വേഷിക്കണം, സംസ്ഥാന സമിതി അംഗത്തിനെതിരെ പരാതി അന്വേഷിക്കണമെന്ന നിലപാടാണ് PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് PV അൻവറിന്റെ പരാതി പാർട്ടി ചർച്ച ചെയ്യും. തെറ്റിരുത്തൽ രേഖയുടെ ചർച്ചകൾ നടത്തുന്ന വേളയിൽ മുഖ്യമന്ത്രി ഓഫീസിനെതിരെ നിരവധി പരാതികളാണ് CPM നേതൃത്വം ലഭിച്ചിരുന്നത്. അവിടെ P ശശിക്കെതിരെ കൃത്യമായ നീക്കമാണ് പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത്. ആരാണ് ഇതിൽ പിന്നിലെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. പക്ഷേ കൃത്യമായി PV അൻവറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ CPMലെ ഉന്നത തലത്തിലുള്ള തീരുമാനമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് PV അൻവർ MV ഗോവിന്ദൻ കൂടിക്കാഴ്ച. ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. ആളുകൾക്ക് എന്താരോപണവും ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. SFI സെക്രട്ടറിയായ കാലം മുതൽ തന്നെ വേട്ടയാടുന്നുണ്ടെന്നും P ശശി. ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു P ശശിയുടെ പ്രതികരണം.